ഹലോ ഡിയേഴ്സ്, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും ടീച്ചറിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് 2 സ്നേഹസുന്ദര പാതയിലൂടെ. മക്കൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാണേ. സ്നേഹത്തിൻ്റെ സുന്ദരമായ പാതയിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ് നാം. ആ യാത്രയിൽ നമുക്ക് പ്രകൃതിയോടും സമൂഹത്തോടും ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അതേക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ. തുരുത്തുകളിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവിതത്തെക്കുറിച്ച് കാണുകയും പഠിക്കുകയും ചെയ്യാനുള്ള അവസരമാണ് കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഫാത്തിമ തുരുത്ത് എന്ന കവിതയിലൂടെ കൂട്ടുകാർക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. കാടും കടലും. ആർത്തു കനത്ത് വീഴും മഴപ്പെയ്ത്തിലൂടാദ്യമായി കിട്ടും ചിറകുവീശി കാറ്റിനോടൊപ്പം സ്വതന്ത്രരായുച്ചമായി പാട്ടുപാടിക്കൊണ്ടാലേയുമെങ്കിൽ കാടും കടലുമീ പാട്ടുമീ വൻമഴ കാറ്റുമൊന്നാണെന്നു നാം അറിയും. സുഗതകുമാരിയുടെ കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിതയിലെ ഏതാനും വരികളാണ്. നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിയ ചിന്തകൾ പങ്കുവയ്ക്കുക. കാടും കടലും തമ്മിലുള്ള സാദൃശ്യ ഭംഗി കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക. നമുക്ക് നോക്കാം മക്കളെ. ഇതിൻ്റെ ആൻസർ എഴുതിയെടുത്തേക്കണേ, ടീച്ചർ വായിച്ചു തരാം. ആർത്തു പെയ്യുന്ന മഴയിൽ കാറ്റിനോടൊപ്പം സ്വതന്ത്രമായി ഉയരത്തിൽ പാട്ടുപാടി അലയുമ്പോഴാണ് ഈ കാടും കടലും മഴയും കാറ്റുമൊക്കെ ഒന്നാണെന്ന് നാം അറിയുക. ആർത്തു പെയ്യുന്ന മഴയിലും കാറ്റിലും ആടിയുലയുന്ന കാടിനും അലയിളകി മറിയുന്ന കടലിനും പല സാമ്യങ്ങളുണ്ട്. ആർത്തു പെയ്യുന്ന മഴ, അലയിളകി മറിയുന്ന കടൽ, കാറ്റിലും കനത്ത മഴയിലും ആടിയുലയുന്ന കാട് സുഗതകുമാരിയുടെ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ചിത്രത്തിലെന്നപോലെ തെളിഞ്ഞു വരും. കാറ്റിനും കടലിനും കാടിനും വ്യത്യസ്തതകളുണ്ടെങ്കിലും വർഷകാലത്തെ മഴപ്പെയ്ത്തിൽ അവയൊക്കെ ഒന്നായിത്തീരുന്ന ഒരനുഭവം പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നു. എല്ലാം പരസ്പരം ബന്ധിതമാണ്, അഥവാ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ പരസ്പര ബന്ധമാണ് കവിതയിലും ചിത്രത്തിലും ആവിഷ്കരിച്ചിരിക്കുന്നത്.